രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമെതിരെ ബി.ജെ.പി. ഹിംസാത്മകമായ നിലപാട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസവുമായി പോയ മുസ്ലിം ലീഗ് എംപിമാരെ തടഞ്ഞുവെച്ച് ഏകാധിപത്യ സ്വഭാവത്തിലാണ് അവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത്. പാർട്ടി യോഗം ചേർന്ന് സമ്പലിലെ ഇരകൾക്ക് നിയമസഹായം നൽകുന്നതും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുണ്ടക്കൈ ദുരന്തത്തിൽ ഇരകളുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അലംഭാവം തുടരുമ്പോൾ പ്രക്ഷോഭ സമരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പുനരധിവാസത്തിലെ കാലതാമസം സഹായം നൽകാൻ തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് പോലും പ്രയാസമായിരിക്കുകയാണ്. വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. CBI അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു മര്യാദയെന്നും CPM എതിർക്കുന്നത് സംശയാസ്പദമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഭരണം ശരിയാം വിധത്തിലല്ല നടക്കുന്നതെന്ന് UDF-ന് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഗവർണർ കയറി ഭരിക്കുക എന്നത് അംഗീകരിക്കാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ താൽപര്യത്തിനനുസരിച്ച് മാത്രമേ ഗവർണർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. എന്നാൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർ ഭരണം രാഷ്ട്രീയ തന്ത്രമാണെന്നും അനുകൂലിക്കാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.